മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ഇ.ഡി. ഉടൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. കരിമണൽ കമ്പനി CMRL ചെയ്യാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിന് 2.70 കോടി രൂപയോളം നൽകിയെന്ന SFIO കുറ്റപത്രത്തിലെ വിവരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലേക്ക് CMRLുമായി ബന്ധപ്പെട്ട് പണമിടപാടുകൾ നടത്തിയിട്ടുള്ള കമ്പനികളുടെ വിവരങ്ങൾ ചേർത്ത് ഇ.ഡി. 2024 മാർച്ചിൽ തന്നെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരുന്നു. കേസിൽ വിചാരണ നടത്തുന്ന എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി SFIO കുറ്റപത്രം സൂക്ഷ്മ പരിശോധന നടത്തി കൈമാറിയ ശേഷമായിരിക്കും ഇത്. CMRLിൽ നിന്നും അതിന്റെ ഉപകമ്പനിയായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈടും പലിശയുമില്ലാതെ 77 ലക്ഷം രൂപ എക്സാലോജിക്കിന് വായ്പ നൽകിയതിലും ഉടൻ അന്വേഷണമുണ്ടാകും. CMRLിൽ നിന്ന് വിവിധ സ്ഥാപനങ്ങളും രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർക്ക് 133 കോടിയോളം രൂപ കൈമാറിയതായി കണ്ടെത്തിയിരുന്നു. ഈ വിഭാഗത്തിലാണ് എക്സാലോജിക്കും ഉൾപ്പെടുന്നത്. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊച്ചിയിലായതുകൊണ്ട് തന്നെ ഈ കേസ് ഇവിടെയും എംപവറിൽ നിന്ന് വായ്പ വാങ്ങിയത് ബംഗളൂരുവിലുമാവും പരിഗണിക്കുക. ഒട്ടേറെ ആളുകൾക്ക് CMRL പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഇ.ഡി. പ്രാഥമിക അന്വേഷണം തുടങ്ങിയതിന്റെ ബാക്കിയായിട്ടായിരിക്കും കുറ്റപത്രത്തിലെ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി അന്വേഷണം നടത്തുക. ഇതിന്റെ ഭാഗമായി വീണയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുമെന്നാണ് കിട്ടുന്ന വിവരം. ഇ.ഡി. അന്വേഷണത്തിന്റെ ഭാഗമായി 2024 ഏപ്രിൽ മുതൽ CMRLിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയെല്ലാം ഇ.ഡി. ചോദ്യം ചെയ്യുകയും രേഖകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അന്ന് ലഭിച്ച വിവരങ്ങളുടെയും SFIO കുറ്റപത്രത്തിലെ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള അന്വേഷണം. നേരത്തെ SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി ഡയറക്ടർ കൂടിയായ വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. എക്സാലോജിക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബംഗളൂരുവിലായതുകൊണ്ടാണ് കേസ് കർണാടകയിൽ വന്നത്. അതിനിടെ SFIയുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്നാണ് പരിഗണിക്കുന്നത്.